ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. എല്ലാവർക്കും ഓണത്തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തക്കാളി അരച്ച മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ മീൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തലയുടെ കഷ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുള്ളില്ലാത്ത മീനാണ്. ഇതിന്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ അയക്കൂറ പോലത്തെ മീനാണ്. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്താൽ മതിയാവും. രണ്ടും കൂടി ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറക്കാം. അപ്പൊ ഏകദേശം ഈ കളറായിട്ട് കണ്ടില്ലേ. ഇനി ഇത് നമ്മൾക്ക് ഈ തക്കാളി ഉള്ളിൻ്റെയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. നല്ല പോലെ അരയ്ക്കണേ. അപ്പൊ ചെറിയ ഉള്ളി ഒരു 5-10 ചെറിയ ഉള്ളി എടുക്കണം. ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ജാറിലോട്ടേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുക്കാം. പിന്നെ ഒരു ചട്ടിയിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് ഓണിയൻ, വലിയ ഉള്ളിയാണ്, കുഴപ്പമില്ല വലിയ ഉള്ളി. ചെറിയ ഉള്ളി നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ പിന്നെ വലിയ ഉള്ളി ചേർത്താലും മതിയാവും. അപ്പൊ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ 2 തക്കാളിയാണ് ഞാൻ ഈ മീൻകറിക്ക് ചേർക്കുന്നത്. അപ്പൊ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇത് അരപ്പ് നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ പച്ചമണം മാറിക്കിട്ടണേ. എന്താ വെച്ചാൽ നമ്മൾ ഇതെല്ലാം പച്ചയ്ക്കാന്നല്ലോ അരച്ചത്. അപ്പോൾ പിന്നെ തക്കാളിയുടെയും ഉള്ളിയുടെയും പച്ചമണം ഒന്ന് മാറണം. ഇതാ ഏകദേശം എണ്ണ ഇതുപോലെ മേലെ തെളിഞ്ഞു വരണം. അതുവരെയ്ക്കും നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏത് മീൻ വാങ്ങിയാലും പിന്നെ ഇതേപോലെ ഉണ്ടാക്കാം. നമുക്ക് ഏത് മീൻകറിക്കായാലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എന്താ വെച്ചാൽ തക്കാളിയും ചെറിയ ഉള്ളിയും ആ എണ്ണയിൽ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല ഒരു ടേസ്റ്റാണ്. അതിലോട്ടേക്ക് മാത്രം മീൻ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. തേങ്ങ അരക്കാതെ അങ്ങനെയും വറ്റിച്ചെടുക്കാം നമ്മൾക്ക്. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് മീൻപുളിയാണ്. മീൻപുളിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം എത്ര വേണമെങ്കിലോ കട്ടിയിൽ അതിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ മീനൊക്കെ അങ്ങ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും. മീനൊക്കെ വേഗം വേവുന്നതാണല്ലോ. അങ്ങനെ ഞാൻ എല്ലാ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മീനിന്റെ തലയുടെ പീസ് കൂടെ ഇടുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അതിലും നല്ല മാംസം ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ തവിയിട്ട് ഇളക്കരുത്, ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവട്ടെ. പിന്നെ പച്ചക്കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓയിലൊക്കെ മേലെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി വറുത്തിടാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും കൂടി നമുക്ക് വഴറ്റിയിട്ട് ഈ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളി വറുത്തിടുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാം. ബൈ.